പ്രിയപ്പെട്ട വിദ്യാർത്ഥികളെ, കേരള യൂണിവേഴ്സിറ്റി രണ്ടാം സെമസ്റ്റർ ബികോം വിദ്യാർത്ഥികളുടെ ഇൻഫോർമാറ്റിക്സ് ആൻഡ് സൈബർ ലോസ് എന്ന പേപ്പറിൽ നിന്നും ഇന്ന് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് IPR എന്ന ടോപ്പിക്കാണ് ഡിസ്കസ് ചെയ്യുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന ടോപ്പിക് ഒന്നാമത്തെ മോഡ്യൂൾ ഓവർവ്യൂ ഓഫ് ഇൻഫോർമാറ്റിക്സിൽ ടെക്നോളജി ട്രാൻസ്ഫർ എന്ന ടോപ്പിക്കിന്റെ കൂടെ പഠിക്കുന്ന ഒരു ടോപ്പിക്കാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. പലപ്പോഴും ലിറ്റററി വർക്കുകൾ, ഇന്നോവേഷൻ പോലെയുള്ള കാര്യങ്ങൾ, ടെക്നോളജിയുടെ ഡെവലപ്മെന്റ്, പുതിയ ടെക്നോളജി പോലെയുള്ള കാര്യങ്ങൾ, ഇവയുടെയൊക്കെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടി പലപ്പോഴും നമ്മൾ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ഉപയോഗിക്കാറുണ്ട്. അതിൽ കോപ്പിറൈറ്റ്, പേറ്റന്റ്, ട്രേഡ് മാർക്ക് പോലെയുള്ള കാര്യങ്ങളാണ് പൊതുവെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. നമുക്ക് ആദ്യം ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിന്റെ ഒരു ഡെഫിനിഷൻ നോക്കാം. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ലീഗൽ റൈറ്റ്സ് ദാറ്റ് പ്രൊട്ടക്ട് ക്രിയേഷൻ ഓർ ഇൻവെൻഷൻ. ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻവെൻഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമപരമായ റൈറ്റ് അല്ലെങ്കിൽ റിയൽ റൈറ്റ്സിനെയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ലീഗൽ റൈറ്റ്സ് ദാറ്റ് പ്രൊട്ടക്ട് ക്രിയേഷൻ ഓർ ഇൻവെൻഷൻ. ക്രിയേഷൻ അല്ലെങ്കിൽ ഇൻവെൻഷനെ പ്രൊട്ടക്ട് ചെയ്യുന്ന നിയമങ്ങളെയാണ് പൊതുവെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ റൈറ്റ്സ് ഗിവൺ ടു പേഴ്സൺ ഓവർ ദ ക്രിയേഷൻ ഓഫ് ദിയർ മൈൻഡ്. കഥ, പെയിന്റിംഗ് പോലെയുള്ള കാര്യങ്ങൾ, അത്തരം രചനകൾക്ക് കൊടുക്കുന്ന ഒരു പരിരക്ഷയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സുകളെ പൊതുവെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ബ്രോഡ്ലി ക്ലാസിഫൈഡ് ഇൻടു ടു കാറ്റഗറീസ്: ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി ആൻഡ് കോപ്പിറൈറ്റ് ആൻഡ് റിലേറ്റഡ് റൈറ്റ്സ്. അങ്ങനെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്നും കോപ്പിറൈറ്റും അനുബന്ധ റൈറ്റ്സുകൾ എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. അതിൽ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ വീണ്ടും നാലായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ, ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ്. ഇങ്ങനെ 4 വ്യത്യസ്ത കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണുള്ളത്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ ലീഗൽ റൈറ്റ്സ് ദാറ്റ് പ്രൊട്ടക്ട്സ് ക്രിയേഷൻ ഓർ ഇൻവെൻഷൻ. ഒരു പുതിയ ടെക്നോളജിയുടെ ഡെവലപ്മെന്റ് അല്ലെങ്കിൽ ഒരു ഇന്നോവേഷൻ അല്ലെങ്കിൽ ഒരു പുതിയൊരു ക്രിയേഷൻ, അത്തരം കാര്യങ്ങൾക്ക് കൊടുക്കുന്ന ലീഗൽ റൈറ്റ് ആണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ്. Intellectual property rights gives the creator an exclusive right over the usage of his creation. ഒരു സൃഷ്ടിയുടെ ചെയ്യുന്ന വ്യക്തിക്ക് അദ്ദേഹത്തിന്റെ സൃഷ്ടിക്ക് ഉപയോഗിക്കണം, അത്തരം റൈറ്റിനെയാണ് പൊതുവെ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് എന്ന് പറയുന്നത്. സോ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗിവൺ ടു ദ ക്രിയേഷൻ ഓഫ് എ ലിറ്റററി വർക്ക് ഓർ ഇന്നോവേഷൻ. ലിറ്റററി വർക്കിന് അല്ലെങ്കിൽ ഇന്നോവേഷന് കൊടുക്കുന്ന പരിരക്ഷ, നിയമപരമായ പരിരക്ഷയാണ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് അല്ലെങ്കിൽ IPR എന്ന് പറയുന്നത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിനെ നമ്മൾ രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്നും കോപ്പിറൈറ്റ് ആൻഡ് റിലേറ്റഡ് റൈറ്റ്സ് എന്നും രണ്ടായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി വീണ്ടും നാലായി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു: പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. 4 വ്യത്യസ്ത കാറ്റഗറി ഓഫ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയാണുള്ളത്. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആർ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗിവൺ ടു ദ ക്രിയേഷൻ ഓഫ് മൈൻഡ്. ഇനി ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് ഈസ് അപ്ലൈഡ് ടു ഇൻഡസ്ട്രി, കൊമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന്, കൊമേഴ്ഷ്യൽ പ്രോഡക്ട്സിന്, അഗ്രികൾച്ചർ പ്രോഡക്ട്സിനൊക്കെ കൊടുക്കുന്ന ഒരു പരിരക്ഷയാണ് നമ്മൾ പൊതുവെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് ഈസ് അപ്ലൈഡ് ടു ഇൻഡസ്ട്രി, കൊമേഴ്സ്, അഗ്രികൾച്ചർ എക്സെട്ര. അഗ്രികൾച്ചർ അപ്ലൈ ചെയ്യുന്നു, കൊമേഴ്സിന് അപ്ലൈ ചെയ്യുന്നു, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന് അപ്ലൈ ചെയ്യുന്നു. ഇത്തരം പ്രോഡക്ട്സിനൊക്കെ കൊടുക്കുന്ന പരിരക്ഷ, അത്തരം പരിരക്ഷയാണ് പൊതുവെ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി നമ്മൾ 4ആയി ക്ലാസിഫൈ ചെയ്തിരിക്കുന്നു. ഇറ്റ് ഇൻക്ലൂഡ്സ് പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. In India, industrial property rights can be registered with Control
പേറ്റന്റ് ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്ക്. ഇന്ത്യയില് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്സുകൾ രജിസ്റ്റർ ചെയ്യുന്നത് കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ് ഡിസൈൻ ആൻഡ് ട്രേഡ് മാർക്ക് എന്ന ബോഡിയിലാണ്. ആ ഒരു ബോഡിയാണ് ഇത്തരം ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ്സുകളെ രജിസ്റ്റർ ചെയ്യുന്നത്. നേരത്തെ കണ്ടു, ഇൻഡസ്ട്രി, കൊമേഴ്സ്, അഗ്രികൾച്ചർ പ്രോഡക്ട്സിന് കൊടുക്കുന്ന റൈറ്റ് ആണ് ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടി റൈറ്റ് ഈസ് അപ്ലൈഡ് ടു ഇൻഡസ്ട്രി, കൊമേഴ്സ് ആൻഡ് അഗ്രികൾച്ചർ പ്രോഡക്ട്സ്. അതിൽ 4 വ്യത്യസ്ത കാറ്റഗറികളുണ്ട്. പേറ്റന്റ്, ട്രേഡ് മാർക്ക്, ഇൻഡസ്ട്രിയൽ ഡിസൈൻ ആൻഡ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇത്തരം ഇൻഡസ്ട്രി പ്രോപ്പർട്ടികളെ അല്ലെങ്കിൽ ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടീസിനെ രജിസ്റ്റർ ചെയ്യുന്നത് കൺട്രോളർ ജനറൽ ഓഫ് പേറ്റന്റ് ഡിസൈൻസ് ആൻഡ് ട്രേഡ് മാർക്കാണ്. ഇതിനൊരു പേറ്റന്റ് എന്താ നോക്കാം. പേറ്റന്റ് ഈസ് എൻ എക്സ്ക്ലൂസീവ് റൈറ്റ് ഗിവൺ ഫോർ ആൻ ഇൻവെൻഷൻ. ഒരു ഇൻവെൻഷന്റെ പ്രൊട്ടക്ഷൻ പ്രൊവൈഡ് ചെയ്യുന്ന എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് പേറ്റന്റ് എന്ന് പറയുന്നത്. ഇറ്റ് പ്രൊവൈഡ്സ് പ്രൊട്ടക്ഷൻ ഫോർ ദ ഇൻവെൻഷൻ ടു ദ ഓണർ ഓഫ് ദ പേറ്റന്റ്. പേറ്റന്റ് ലഭിക്കുന്ന വ്യക്തിക്ക് ഈ ഒരു ഇൻവെൻഷനെ അദ്ദേഹത്തിന് ഇഷ്ടമുള്ള വ്യക്തികൾക്ക് കൈമാറാൻ കഴിയുന്നതാണ്. പേറ്റന്റ് പ്രൊട്ടക്ഷൻ മീൻസ് ദ ഇൻവെൻഷൻ cannot be commercially used. കൊമേഴ്ഷ്യൽ ആയിട്ട് ഇൻവെൻഷനെ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. കാരണം പേറ്റന്റ് റൈറ്റ് ഉള്ള വ്യക്തിക്ക് മാത്രമേ ആ ഒരു കൊമേഴ്ഷ്യൽ യൂസ് ചെയ്യാൻ പറ്റൂ. So a patent is an exclusive right granted for an invention. It provides protection for the invention to the owner of the patent. പേറ്റന്റ് ഓണർക്ക് മാത്രമേ ആ ഒരു ഇൻവെൻഷന്റെ എക്സ്ക്ലൂസീവ് റൈറ്റ് ഉള്ളൂ. ദ പ്രൊട്ടക്ഷൻ ഈസ് ഗ്രാൻഡഡ് ഫോർ എ ലിമിറ്റഡ് ടൈം. ഒരു ലിമിറ്റഡ് ടൈം പീരീഡ് ആണ് ഈ ഒരു പേറ്റന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. പേറ്റന്റും രജിസ്റ്റർ ചെയ്യേണ്ട അനിവാര്യമാണ്. പേറ്റന്റ് പ്രൊട്ടക്ഷൻ മീൻസ് ഇറ്റ് കനോട്ട് ബി കൊമേഴ്ഷ്യലി യൂസ്ഡ്. ഈ പേറ്റന്റ് പ്രൊട്ടക്ഷനിൽ പ്രത്യേകം നോക്കിയാൽ എ പേറ്റന്റ് ഓണർ ഹാസ് എ റൈറ്റ് ടു ഡിസൈഡ് ഹൂ മേ ഓർ മേ നോട്ട് യൂസ് ദ പേറ്റന്റഡ് ഇൻവെൻഷൻ for the period in which the invention is protected. പ്രൊട്ടക്ട് ചെയ്യുന്ന പീരീഡിൽ ആര് ഉപയോഗിക്കണം, ആര് ഉപയോഗിക്കല്ല എന്ന് ഡിസൈഡ് ചെയ്യാനുള്ള അവകാശം ആ പേറ്റന്റ് ഓണറിന് ലഭിക്കുന്നു. സോ ദ പേറ്റന്റ് ഓണർ ഹാസ് ദ റൈറ്റ് ടു ഡിസൈഡ് ഹൂ മേ ഓർ മേ നോട്ട് യൂസ് ദ പേറ്റന്റഡ് ഇൻവെൻഷൻ ഫോർ ദ പീരീഡ് ഓഫ് പ്രൊട്ടക്ഷൻ. പ്രൊട്ടക്ഷൻ ലഭിക്കുന്ന പീരീഡിൽ ഈ ഒരു ഇൻവെൻഷനെ ആരുപയോഗിക്കണം അല്ലെങ്കിൽ ആരുപയോഗിക്കല് എന്ന് പേറ്റന്റ് ലഭിക്കുന്ന വ്യക്തിക്ക് ഡിസൈഡ് ചെയ്യാൻ കഴിയും. ദ പേറ്റന്റ് ഓണർ മേ ഗീവ് പെർമിഷൻ ഓർ ലൈസൻസ് ടു അതർ പാർട്ടീസ് ടു യൂസ് ദ ഇൻവെൻഷൻ ഓൺ മ്യൂച്വലി എഗ്രീഡ് ടേംസ്. പരസ്പരം എഗ്രി ചെയ്യുന്ന ടേംസിന്റെ അടിസ്ഥാനത്തിൽ പേറ്റന്റ് ഓണർ പെർമിഷൻ കൊടുക്കുന്നു അല്ലെങ്കിൽ ലൈസൻസ് മറ്റുള്ള പാർട്ടിക്ക് ഈ ഒരു ഇൻവെൻഷനെ യൂസ് ചെയ്യാനുള്ള അധികാരം കൊടുക്കുന്നു. പലപ്പോഴും ഫിനാൻഷ്യൽ ബെനിഫിറ്റിന്റെ അടിസ്ഥാനത്തിലാണ് ഈ ഒരു എഗ്രിമെന്റ് എന്ന് പറയുന്നത്. ദ ഓണർ മേ ആൾസോ സെൽ ദ റൈറ്റ് ടു ദ ഇൻവെൻഷൻ ടു സമൺ എൽസ്. മറ്റുള്ള വ്യക്തിക്ക് വേണമെങ്കിലും ഇതിന്റെ ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് വേണമെങ്കിൽ അദ്ദേഹത്തിന് വിൽക്കാൻ കഴിയുന്നതാണ്. പേറ്റന്റ് ഓണർക്ക് ഇതിന്റെ ഒരു ഉടമസ്ഥാവകാശം വിൽക്കാൻ കഴിയുന്നതാണ്. പേറ്റന്റ് പ്രൊവൈഡ്സ് നോട്ട് ഓൺലി പ്രൊട്ടക്ഷൻ ഫോർ ഓണർ ബട്ട് valuable information and inspiration for future generation researchers and inventors. ഫ്യൂച്ചർ ജനറേഷൻ റിസർച്ചേഴ്സും ഇൻവെന്റേഴ്സും പലപ്പോഴും ഒരു ഇൻസ്പിറേഷൻ ആണ് ഈ പേറ്റന്റ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷൻ. ഇനി നമുക്ക് ട്രേഡ് മാർക്ക് എന്താന്ന് നോക്കാം. എ ട്രേഡ് മാർക്ക് ഐഡന്റിഫൈസ് എ ബ്രാൻഡ്. ഒരു ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റ് അല്ലെങ്കിൽ സർവീസ് നമുക്കറിയാം പല ബ്രാൻഡുകളുണ്ട്. പല ബ്രാൻഡുകളെയും നമുക്ക് ചില സിമ്പിൾസ് ഉപയോഗിച്ച് നമുക്കൊരു ആപ്പിളിന്റെ ഫോൺ അല്ലെങ്കിൽ ആപ്പിളിന്റെ പ്രോഡക്റ്റുകളൊക്കെ നമുക്ക് ആപ്പിളിന്റെ ഒരു സിമ്പിൾ ഉപയോഗിച്ച് ഐഡന്റിഫൈ ചെയ്യാൻ കഴിയും. അതൊരു ബ്രാൻഡ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റുകളെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു സിമ്പിൾ അല്ലെങ്കിൽ സിമ്പിൾ പോലെയുള്ള ലെറ്റേഴ്സിനെയാണ് പൊതുവെ ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് എ ഡിസ്റ്റിങ്ക്റ്റീവ് സൈൻ ദാറ്റ് ഐഡന്റിഫൈസ് certain goods or services produced or provided by a specific person or company. ഒരു സ്പെസിഫിക് പേഴ്സൺ അല്ലെങ്കിൽ കമ്പനി പ്രൊഡ്യൂസ് ചെയ്യുന്ന ഗുഡ്സുകളെയും സർവീസുകളെയും ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടി യൂസ് ചെയ്യുന്ന ഒരു ഡിസ്റ്റിങ്ക്റ്റീവ് ആയ സൈൻ അല്ലെങ്കിൽ സിംബലിനെയാണ് ട്രേഡ് മാർക്ക് എന്ന് പറയുന്നത്. ട്രേഡ് മാർക്ക് ഈ പറയുന്ന ഇൻഡസ്ട്രിയൽ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്നു. ട്രേഡ് മാർക്ക് നമുക്ക് രജിസ്റ്റേർഡ് ആണ്. ട്രേഡ് മാർക്ക് വേറെ വ്യക്തിക്കോ അല്ലെങ്കിൽ കമ്പനിക്കോ യൂസ് ചെയ്യാൻ കഴിയുന്നില്ല. ട്രേഡ് മാർക്ക് മേ കൺസിസ്റ്റ് ഓഫ് ഡ്രോയിങ്, സിംബൽസ്, 3-dimensional signs, etc.
ഇനി ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്താണെന്ന് നോക്കാം. ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഈസ് എ പ്രോസസ് ഓഫ് ഡിസൈൻ അപ്ലൈഡ് ടു പ്രോഡക്ട്സ് ദാറ്റ് ആർ മാനുഫാക്ചർഡ് ത്രൂ മാസ് പ്രൊഡക്ഷൻ. വളരെയധികം ഉൽപ്പന്നങ്ങൾ പ്രൊഡ്യൂസ് ചെയ്യുന്നു അല്ലെങ്കിൽ മാസ് പ്രൊഡക്ഷൻ ടെക്നിക്കിലൂടെ മാനുഫാക്ചർ ചെയ്യുന്ന പ്രോഡക്ട്സിന് അപ്ലൈ ചെയ്യുന്ന പരിരക്ഷയാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. സോ ഇൻഡസ്ട്രിയൽ ഡിസൈൻ ഈസ് അപ്ലൈഡ് ടു പ്രോഡക്ട്സ് ദാറ്റ് ആർ മാനുഫാക്ചർഡ് ത്രൂ മാസ് പ്രൊഡക്ഷൻ ടെക്നിക്. മാസ് പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ വളരെയധികം ക്വാണ്ടിറ്റീസ് പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രക്രിയ. അത്തരം പ്രക്രിയയിൽ കൊടുക്കുന്ന പരിരക്ഷ, അതാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ എന്ന് പറയുന്നത്. ഇൻഡസ്ട്രിയൽ ഡിസൈൻസ് ആർ ആൾസോ എലമെന്റ്സ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്ന ഒരു എലമെന്റ് ആണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. The purpose of design is to promote and protect the design elements of industrial production. ഇൻഡസ്ട്രിയൽ പ്രൊഡക്ഷന്റെ ഡിസൈനുകളെ പ്രൊമോട്ട് ചെയ്യാനും പ്രൊട്ടക്ട് ചെയ്യാനും വേണ്ടിയാണ് പൊതുവെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ യൂസ് ചെയ്യുന്നത്. ഇറ്റ് ഈസ് ഓൾസോ യൂസ്ഡ് ടു പ്രൊമോട്ട് ഇന്നോവേറ്റീവ് ആക്ടിവിറ്റീസ് ഇൻ ദ ഫീൽഡ് ഓഫ് ഇൻഡസ്ട്രി. ഇൻഡസ്ട്രി രംഗത്ത് ഇന്നോവേറ്റീവ് പുതിയ കണ്ടുപിടുത്തം, അത്തരം കണ്ടുപിടുത്തത്തെ കൂടുതൽ പ്രൊമോട്ട് ചെയ്യാൻ വേണ്ടിയും പൊതുവെ ഇൻഡസ്ട്രിയൽ ഡിസൈൻ യൂസ് ചെയ്യുന്നു. അങ്ങനെ മാസ് പ്രൊഡക്ഷൻ മുഖേന പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്റ്റിന് കൊടുക്കുന്ന പരിരക്ഷയാണ് ഇൻഡസ്ട്രിയൽ ഡിസൈൻ. ഇറ്റ് ഈസ് ആൻ എലമെന്റ് ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇനി അടുത്തൊരു പരിരക്ഷയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ അല്ലെങ്കിൽ GI. നമുക്കറിയാവുന്ന ഒരു ടേമാണ്. ആറുമുള കണ്ണാടി പോലെയുള്ള അത്തരം കാര്യങ്ങളെ നമ്മൾ GI ടാഗ് ലഭിക്കുന്നു. സോ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻസ് ആർ സൈൻസ് യൂസ്ഡ് ഓൺ ഗുഡ്സ് ദാറ്റ് ഹാവ് എ സ്പെസിഫിക് ജോഗ്രഫിക്കൽ ഒറിജിൻ. ഒരു പ്ലേസിൽ നിന്നും ഒറിജിനേറ്റ് ചെയ്യുന്ന വസ്തുക്കൾക്ക് കൊടുക്കുന്ന പരിരക്ഷ, അത്തരം പരിരക്ഷയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എന്ന് പറയുന്നത്. പൊതുവെ അഗ്രികൾച്ചർ പ്രോഡക്ട്സ് പോലെയുള്ള അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് പോലെയുള്ള പ്രോഡക്ട്സിനാണ് ഇത്തരം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. A geographical indication points to a specific place or region of production or origin. ഒരു പ്രത്യേക റീജിയനിൽ നിന്ന് പ്രൊഡ്യൂസ് ചെയ്യുന്ന അല്ലെങ്കിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിന് കൊടുക്കുന്ന ഒരു പരിരക്ഷയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. So geographical indication are used on products or goods that have a specific geographical origin and possess qualities or reputations of the place of origin. അത്തരം പ്ലേസിൽ നിന്ന് ഒറിജിനേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സുകൾക്ക് അല്ലെങ്കിൽ അത്തരം പ്രോഡക്ട്സിനെ ഐഡന്റിഫൈ ചെയ്യാൻ വേണ്ടിയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആർ ഓഫൺ ഗിവൺ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇനി ബെനിഫിറ്റ്സ് ഓഫ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ നോക്കിയാൽ ഇന്ത്യയിൽ പല പ്രോഡക്ട്സിനും ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ടെന്ന് പറഞ്ഞു. എക്സാമ്പിൾ ഞാൻ നേരത്തെ പറഞ്ഞു, ആറുമുള കണ്ണാടി, അതുപോലെ തന്നെ മറയൂർ ശർക്കര പോലെയുള്ള ഇത്തരം പ്രോഡക്ട്സുകൾക്ക് പൊതുവെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച പ്രോഡക്ട്സ് ആണ്. അതുപോലെ നാഗ്പൂർ ഓറഞ്ച്, തിരുപ്പതി ലഡ്ഡു, ഡാർജിലിംഗ് ടീ പോലെയുള്ള കാര്യങ്ങൾ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭിച്ച പ്രോഡക്ട്സ് ആണ്. ഇനി ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷന്റെ പ്രാധാന്യം എന്ന് പറയുന്നത് ഇറ്റ് പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു പ്രോഡക്ട്സ്. ഇത്തരം പ്രോഡക്ട്സുകൾക്ക് ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു. പ്രിവെന്റ്സ് unauthorized use of geographical indication products. GI പ്രോഡക്ട്സുകളുടെ അൺഓതറൈസ്ഡ് ആയ യൂസ് പ്രിവെന്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊവൈഡ് ലീഗൽ പ്രൊട്ടക്ഷൻ ടു GI products and often helps in export. എക്സ്പോർട്ട് പ്രൊമോട്ട് ചെയ്യുന്നു, ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്നു, അൺഓതറൈസ്ഡ് ആയ യൂസ് പ്രിവെന്റ് ചെയ്യുന്നു. ഇറ്റ് പ്രൊമോട്ട്സ് prosperity of products of goods produced in GI territory. GI territory പ്രൊഡ്യൂസ് ചെയ്യുന്ന പ്രോഡക്ട്സുകളുടെ ഒരു എക്കണോമിക് പ്രോസ്പെരിറ്റി എൻഷുർ ചെയ്യുന്നു. ഇനി GI ഇൻഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യുന്ന ഏതൊക്കെ പ്രോഡക്ട്സ് ആണെന്ന് നോക്കിയാൽ ഇറ്റ് ഈസ് മെയിൻലി ഗിവൺ ടു അഗ്രികൾച്ചർ പ്രോഡക്ട്സ്, ഹാൻഡിക്രാഫ്റ്റ്, ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സ്, ഫുഡ് സ്റ്റഫ്സ്, വൈൻസ് ആൻഡ് ഡ്രിങ്ക്സ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന് കൊടുക്കുന്നു, ഹാൻഡിക്രാഫ്റ്റിന് കൊടുക്കുന്നു, ഫുഡ് പ്രോഡക്ട്സിന് കൊടുക്കുന്നു. ഇത്തരം പ്രോഡക്ട്സിനാണ് പൊതുവെ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കൊടുക്കുന്നത്. അങ്ങനെ ഒരു റീജിയൻ അല്ലെങ്കിൽ ഒരു പ്ലേസിൽ ഒറിജിനേറ്റ് ചെയ്യുന്ന വസ്തുക്കളുടെ പരിരക്ഷയ്ക്ക് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. സോ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ എക്സ്റ്റെൻഡ്സ് ടു എ വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സ്.
ഒരു പ്രത്യേക ലിമിറ്റേഷൻ ഒന്നുമില്ല. വൈഡ് റേഞ്ച് ഓഫ് പ്രോഡക്ട്സിന് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പ്രൊവൈഡ് ചെയ്യും. അത് അഗ്രികൾച്ചർ പ്രോഡക്ട്സ് ആവാം, നേരത്തെ പറഞ്ഞ നാഗ്പൂർ ഓറഞ്ച്, അല്ലെങ്കിൽ ഹാൻഡിക്രാഫ്റ്റ് ആവാം, നേരത്തെ പറഞ്ഞ ആറന്മുള കണ്ണാടി ഒരു ഹാൻഡിക്രാഫ്റ്റ് ആണ്. ഇൻഡസ്ട്രിയൽ പ്രോഡക്ട്സിന് കൊടുക്കാം, ഫുഡ് സ്റ്റഫിന് കൊടുക്കാം, തിരുപ്പതി ലഡു, വൈകി മറ്റുള്ള ഡ്രിങ്ക്സിന് കൊടുക്കാം, ഡാർജിലിംഗ് ടീ പോലെയുള്ള ടീക്ക് ഈ പറഞ്ഞ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ഉണ്ട്. അങ്ങനെ ഒരു റീജിയനുമായിട്ട് അസോസിയേറ്റ് ചെയ്യുന്ന പ്രോഡക്ട്സിന് കൊടുക്കുന്ന പരിരക്ഷയാണ് ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ. ഇന്ത്യയിൽ വളരെ അധികം പ്രോഡക്ട്സുകൾക്ക് ഇത്തരം ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ ലഭ്യമാണ്. ബാസ്മതി റൈസ് ഇന്ത്യൻ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ കിട്ടിയ ഒരു ആഗോള പ്രോഡക്ട്സ് ആണ് നമുക്കറിയാം. സോ ജോഗ്രഫിക്കൽ ഇൻഡിക്കേഷൻ പ്രൊവൈഡ്സ് ലീഗൽ പ്രൊട്ടക്ഷൻ. ഇറ്റ് പ്രിവെന്റ്സ് അൺഓതറൈസ്ഡ് യൂസ്, ഇറ്റ് ബൂസ്റ്റ് എക്സ്പോർട്ട്, ഇറ്റ് പ്രൊമോട്ട്സ് എക്കണോമിക് പ്രോസ്പെരിറ്റി. പലപ്പോഴും എക്കണോമിക് പ്രോസ്പെരിറ്റി പോലെയുള്ള കാര്യങ്ങളാണ് ഇത്തരം കാര്യങ്ങൾ എൻഷുർ ചെയ്യുന്നത്. ഇനി നമുക്ക് കോപ്പിറൈറ്റ് എന്താ നോക്കാം. എ കോപ്പിറൈറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് ദാറ്റ് ഗ്രാൻസ് the creator of an original work the exclusive right for its use and distribution. പലപ്പോഴും ഇത്തരം പ്രോഡക്ട്സുകൾ, അതായത് സാഹിത്യപരമായ രചനകൾക്ക് കൊടുക്കുന്ന ഒരു എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് കോപ്പിറൈറ്റ് എന്ന് പറയുന്നത്. സോ കോപ്പിറൈറ്റ് ഈസ് എ ലീഗൽ റൈറ്റ് ദാറ്റ് ഗ്രാൻസ് ദ ക്രിയേറ്റർ ഓഫ് an original work എക്സ്ക്ലൂസീവ് റൈറ്റ് ഫോർ ഇറ്റ്സ് യൂസ് ആൻഡ് ഡിസ്ട്രിബ്യൂഷൻ. ഒരു വർക്ക് ചെയ്യുന്ന വ്യക്തിക്ക് ആ ഒരു വർക്കിന്റെ ഉപയോഗവും ഡിസ്ട്രിബ്യൂഷനും കൺട്രോൾ ചെയ്യാൻ ഈ കോപ്പിറൈറ്റ് ഹെൽപ്പ് ചെയ്യുന്നു. കോപ്പിറൈറ്റ് ഈസ് യൂഷ്വലി ഫോർ എ ലിമിറ്റഡ് ടൈം പീരീഡ്. ഒരു ലിമിറ്റഡ് ടൈം പീരീഡാണ് കോപ്പിറൈറ്റ് പരിരക്ഷ കൊടുക്കുന്നത്. കോപ്പിറൈറ്റ് ഈസ് എ ഫോം ഓഫ് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി. ഇന്റലക്ച്വൽ പ്രോപ്പർട്ടിയിൽ ഉൾപ്പെടുന്ന ഒരു പരിരക്ഷയാണ് കോപ്പിറൈറ്റ്. പലപ്പോഴും കോപ്പിറൈറ്റ്സ് ആർ കൺസിഡേർഡ് ആസ് ടെറിട്ടോറിയൽ റൈറ്റ്സ്. ഒരു പ്രത്യേക ടെറിട്ടറിയിൽ മാത്രമാണ് കോപ്പിറൈറ്റിന് പലപ്പോഴും ലീഗൽ വാലിഡിറ്റി ഉള്ളത്. ഇൻ ഇന്ത്യ കോപ്പിറൈറ്റ് ആക്ട് കെയിം ഇൻടു എഫക്ട് ഫ്രം ജനുവരി 1958. 1958 ജനുവരി മുതലാണ് കോപ്പിറൈറ്റ് ആക്ട് ഇന്ത്യയിൽ നിലവിൽ വന്നത്. പലപ്പോഴും ഇന്ത്യയിൽ കോപ്പിറൈറ്റ് ആക്ട് പ്രകാരം കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ അനിവാര്യമാണ്. മിനിസ്ട്രി ഓഫ് ഹ്യൂമൻ റിസോഴ്സ് ഡിപ്പാർട്ട്മെന്റ് കീഴിലാണ് കോപ്പിറൈറ്റ് ഓഫീസ് പ്രവർത്തിക്കുന്നത്. ഇനി കോപ്പിറൈറ്റ് പരിരക്ഷ എന്തൊക്കെ പ്രൊട്ടക്ഷൻ കൊടുക്കും നോക്കിയാൽ, ഇറ്റ് പ്രിവെന്റ്സ് റീപ്രൊഡക്ഷൻ ഇൻ എനി ഫോം, ഏതെങ്കിലും രൂപത്തിലുള്ള റീപ്രൊഡക്ഷൻ, ട്രാൻസ്ലേഷൻ ഇൻ എനി അതർ ലാംഗ്വേജ്, മറ്റുള്ള ഭാഷകളോട്ട് മൊഴിമാറ്റം, പബ്ലിക് പെർഫോമൻസ് ആൻഡ് ബ്രോഡ്കാസ്റ്റിംഗ്, സീരിയൽ അല്ലെങ്കിൽ സിനിമയായിട്ടുള്ള ഒരു മൊഴിമാറ്റം പോലെയുള്ള കാര്യങ്ങൾ, അല്ലെങ്കിൽ പബ്ലിക് പെർഫോമൻസ് ഒരു നാടകമായി കാണിക്കാൻ കഴിയുന്നില്ല, അഡാപ്റ്റേഷൻ ഇൻ ദ ഫോം ഓഫ് സ്ക്രീൻ പ്ലേ ഓർ ഫിലിം. പൊതുവെ ലിറ്റററി വർക്സിനാണ് കോപ്പിറൈറ്റ് കൊടുക്കുന്നത്. അല്ലെങ്കിൽ ഒരു പുസ്തകം എഴുതിയാൽ അത് കോപ്പിറൈറ്റ് കിട്ടും. അങ്ങനെ ലിറ്റററി വർക്കിന് കൊടുക്കുന്ന ഒരു പ്രൊട്ടക്ഷൻ ആണ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് പൊതുവെ റീപ്രൊഡക്ഷൻ പ്രിവെന്റ് ചെയ്യുന്നു, പബ്ലിക് പെർഫോമൻസ് ബ്രോഡ്കാസ്റ്റിംഗ് പ്രിവെന്റ് ചെയ്യുന്നു, ട്രാൻസ്ലേഷൻ പോലെയുള്ള കാര്യങ്ങൾ സാധിക്കുന്നില്ല. അതുപോലെ തന്നെ കോപ്പിറൈറ്റ് ഉള്ള കഥ പോലെയുള്ള കാര്യങ്ങൾ നമുക്ക് ഫിലിം അല്ലെങ്കിൽ സീരിയലായി കാണിക്കാൻ കഴിയുന്നില്ല. So copyright is a legal right that grants the creator of an original work the exclusive right for its use and distribution. അതിന്റെ യൂസും ഡിസ്ട്രിബ്യൂഷനും എക്സ്ക്ലൂസീവായി കൊടുക്കുന്നു. അത്തരം വർക്ക് ചെയ്യുന്ന വ്യക്തികൾക്ക് മാത്രമായി കൊടുക്കുന്ന ഒരു പരിരക്ഷയാണ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റും പലപ്പോഴും ഇത്തരം നേരത്തെ പറഞ്ഞ ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സിലാണ് വരുന്നത്. കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ക്യാൻ ബി കോപ്പിറൈറ്റഡ് ആസ് ലിറ്റററി വർക്ക്. പലപ്പോഴും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയറുകളെ നമുക്ക് ലിറ്റററി വർക്ക് എന്ന രൂപത്തിൽ കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ കൊടുക്കാൻ കഴിയുന്നതാണ്. പലപ്പോഴും കമ്പ്യൂട്ടർ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റിൽ ഇത്തരം കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ നൽകുന്നതാണ്. എന്നാൽ പേറ്റന്റും കോപ്പിറൈറ്റുമായിട്ട് കമ്പയർ ചെയ്യുമ്പോൾ പേറ്റന്റ് പ്രൊവൈഡ്സ് ബെറ്റർ പ്രൊട്ടക്ഷൻ കമ്പയർഡ് ടു കോപ്പിറൈറ്റ്. നേരത്തെ പറഞ്ഞു കോപ്പിറൈറ്റ് എന്ന് പറഞ്ഞൊരു ടെറിട്ടോറിയൽ റൈറ്റ് ആണ്. ഒരു ലിമിറ്റഡ് ടൈം പീരീഡിൽ മാത്രമേ ഈ ഒരു കോപ്പിറൈറ്റ് പരിരക്ഷ ലഭിക്കാറുള്ളൂ. പലപ്പോഴും ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ സോഫ്റ്റ്വെയർ ഡെവലപ്മെന്റ് പലപ്പോഴും പേറ്റന്റഡ് എന്ന് പറയുന്ന പ്രൊട്ടക്ഷനാണ് പലപ്പോഴും കൊടുക്കുന്നത്. കോപ്പിറൈറ്റിനെ കുറിച്ച് പറഞ്ഞു. കോപ്പിറൈറ്റ് പ്രൊട്ടക്ഷൻ എന്ന് പറഞ്ഞ ലിറ്റററി വർക്കിനാണ് കൊടുക്കുന്നത്. സോഫ്റ്റ്വെയർ ലിറ്റററി വർക്കായിട്ട് പരിഗണിച്ചാൽ പലപ്പോഴും കോപ്പിറൈറ്റ് കിട്ടാറുണ്ട്.
ഇനി കോപ്പിറൈറ്റും പേറ്റന്റും തമ്മിലുള്ള വ്യത്യാസം നോക്കിയാൽ കോപ്പിറൈറ്റ് സർവ്സ് ഓതേഴ്സ്, പേറ്റന്റ് ഫോക്കസസ് ഓൺ ഇൻവെന്റേഴ്സ്. പലപ്പോഴും ലിറ്റററി വർക്ക് ക്രിയേറ്റ് ചെയ്യുന്ന ഓതേഴ്സിനാണ് കോപ്പിറൈറ്റ് പൊതുവെ കൊടുക്കുന്നത്. എന്നാൽ പേറ്റന്റ് ഫോക്കസസ് ഓൺ ഇൻവെന്റേഴ്സ്, ഒരു പുതിയ കണ്ടുപിടുത്തത്തിന് കൊടുക്കുന്ന എക്സ്ക്ലൂസീവ് റൈറ്റ് ആണ് പേറ്റന്റ്. കമ്പനീസ് അഡോപ്റ്റ് കോപ്പിറൈറ്റ് ടു സേഫ്ഗാർഡ് ദെയർ ഇന്റലക്ച്വൽ ആൻഡ് ക്രിയേറ്റീവ് വർക്ക്സ്. ക്രിയേറ്റീവ് ഇന്റലക്ച്വൽ വർക്ക്സിനും കൊടുക്കുന്ന പരിരക്ഷയാണ് കോപ്പിറൈറ്റ്. കോപ്പിറൈറ്റ് എംഫസിസസ് ആർട്ട്, മ്യൂസിക് ആൻഡ് ഫോട്ടോഗ്രാഫി വർക്ക്. ആർട്ട് അല്ലെങ്കിൽ മ്യൂസിക് അല്ലെങ്കിൽ ഫോട്ടോഗ്രാഫി വർക്കുകളുടെ ഒരു പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പലപ്പോഴും കോപ്പിറൈറ്റ് കൊടുക്കുന്നത്. പേറ്റന്റ് ഈസ് അപ്ലൈഡ് ടു ടെക്നോളജി ആൻഡ് മെഡിക്കൽ ഡിവൈസസ്. ടെക്നോളജി മെഡിക്കൽ ഡിവൈസസിന്റെയും പ്രൊട്ടക്ഷന് വേണ്ടിയാണ് പലപ്പോഴും പേറ്റന്റ് അപ്ലൈ ചെയ്യുന്നത്. കോപ്പിറൈറ്റ് രജിസ്ട്രേഷൻ റെൻഡേഴ്സ് ദ ടൈം ലിമിറ്റ് ഫ്രം 70 to 170 years. 70 വർഷം അല്ലെങ്കിൽ 170 വർഷമാണ് പരമാവധി കോപ്പിറൈറ്റിന്റെ കാലാവധി. പലപ്പോഴും പേറ്റന്റ് എന്ന് പറയുന്നത് പലപ്പോഴും അതിനെക്കാട്ടിയും കുറച്ച് ടൈം പീരീഡ് മാത്രമാണ് കൊടുക്കുന്നത്, 15 അല്ലെങ്കിൽ 20 വർഷം. കാരണം ഒരു പുതിയ ടെക്നോളജിക്ക് വേണ്ടിയാണ് പലപ്പോഴും, ഇന്നോവേഷന് വേണ്ടിയാണ് പലപ്പോഴും പേറ്റന്റ് പ്രൊട്ടക്ഷൻ കൊടുക്കുന്നത്. അതിന് കോപ്പിറൈറ്റും പേറ്റന്റ് രണ്ട് വ്യത്യസ്തമായ ഉപയോഗമാണുള്ളത്. കോപ്പിറൈറ്റ് പൊതുവെ ലിറ്റററി വർക്കിന് കൊടുക്കുന്നു, പേറ്റന്റ് പൊതുവെ ടെക്നോളജിക്ക് അല്ലെങ്കിൽ ഇത്തരം മെഡിക്കൽ ഡിവൈസസ് അല്ലെങ്കിൽ ഡിവൈസസിന്റെ ഡെവലപ്മെന്റിന് വേണ്ടിയാണ് പൊതുവെ പേറ്റന്റ് കൊടുക്കുന്നത്. കോപ്പിറൈറ്റ് പലപ്പോഴും ആർട്ടിസ്റ്റ് വർക്ക് അല്ലെങ്കിൽ മ്യൂസിക് പോലെയുള്ള കാര്യങ്ങളുടെ പരിരക്ഷയാണ്. കോപ്പിറൈറ്റ് ഒരു ടെറിട്ടോറിയൽ റൈറ്റ് ആണെന്ന് പറഞ്ഞു, ഒരു പ്രത്യേക ടെറിട്ടറിയിൽ മാത്രം ലീഗൽ പ്രൊട്ടക്ഷൻ കൊടുക്കുന്ന ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി റൈറ്റ്സ് ആണ് കോപ്പിറൈറ്റ്.